ഇപ്പൊ റോഡ് നമ്മൾ പറയുന്ന ഈ റോഡൊക്കെ പഴയ റോഡൊക്കെ മാറ്റി കാലത്തിനനുസരിച്ച് മാറി പുതിയ സ്മാർട്ട് റോഡ് വരികയാണ്. അപ്പോൾ ഇത്തരത്തിലൊക്കെ ഉള്ള നിർമ്മാണങ്ങൾ നടത്തിയാലേ റോഡൊക്കെ നന്നാകുള്ളൂ എന്നാണ് പറയുന്നത്. അതിനോട് എങ്ങനെ പ്രതികരിക്കാൻ പറ്റും? എന്റെ പേര് അമ്പാടി ചന്ദ്രശേഖരൻ നായരെന്നാണ്. ഇങ്ങനത്തെ ഒരു സ്മാർട്ട് സിറ്റിയിൽ ഞങ്ങളുടെ റോഡും കൂടെ ഉൾപ്പെടുത്തിയാൽ എനിക്ക് വളരെയധികം സന്തോഷമാണുള്ളത്. കാരണം അത് ഡെവലപ്പ് ചെയ്യുന്നത് ആ ഡെവലപ്മെന്റിന് ഞങ്ങൾ ആളുകൾ സഹകരിക്കാൻ തയ്യാറാണ്. ആളുകൾ ബുദ്ധിമുട്ടിയാൽ മാത്രമേ ഇങ്ങനെയുള്ള റോഡുകൾ ഡെവലപ്പ് ആവുള്ളൂ. പക്ഷെ ഇവിടുത്തേത് അസഹനീയമാണ്. ഇങ്ങനെ ഒരു മനുഷ്യനെ ഇങ്ങനെ ഈ 6 മാസമായിട്ട് ഇവിടെ താമസിക്കുന്ന ആളുകളെ വളരെ ശിക്ഷിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. വെട്ടിയിട്ടുന്നു, ഒരു പ്ലാനിങ് ഇല്ല, ഒരു ഡിപ്പാർട്ട്മെന്റ് അങ്ങോട്ട് ചെന്ന ഏകീകരണം ഇല്ല. അതുകൊണ്ട് ഈ ഒരു ദിവസം വെട്ടിയിടുന്നു, പിറ്റേ ദിവസം അടയ്ക്കുന്നു, വീണ്ടും മണ്ണുമായിട്ടിരുന്നു ഇപ്പുറത്തിടുന്നു. പകരം റോഡില്ല. ഈ എന്റെ വണ്ടിയാണെങ്കിൽ 6 മാസമായി റോഡിൽ കിടക്കുകയാണ്. ഇങ്ങോട്ട് വീട്ടിൽ കയറാൻ നിവർത്തിയില്ല. എന്റെ മരുമകളാണെങ്കിൽ എന്റെ മോളാണെങ്കിൽ 9 മാസത്തെ ഗർഭിണിയാണ്. പക്ഷെ വീട്ടിൽ നിന്ന് ഇറക്കാൻ നിവർത്തിയില്ല. ആ രീതിയിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ ഇങ്ങനെ ഒരു ജനങ്ങളെ ശിക്ഷിക്കാൻ പാടില്ല. ഡെവലപ്മെന്റിന് ഞങ്ങൾ ഇവിടെയുള്ള ആൾക്കാർ തയ്യാറാണ്, അതിന് സഹകരിക്കാൻ തയ്യാറാണ്. പക്ഷെ ഈ സഹകരണം നിസ്സഹകരണമാണ് ഇവിടെ ഇതിനകത്ത് ഉണ്ടാകുന്നത്. വളരെ കഷ്ടം. ഇത് എങ്ങനെ പറയാൻ വാക്കുകളില്ല. ഇനിയിപ്പോ ഞാൻ മനസ്സിലാക്കിയത് ഈ സമയത്ത് പലയിടത്തും ഈ ടാറുകൾ മഴയത്ത് ടാറുകൾ അത് വണ്ടികളെ പോയി ഇളവിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് ഇത് തൽക്കാലം ഒരു സഞ്ചാരയോഗ്യമാക്കി തന്നിട്ട് മെറ്റലിട്ട് നിർത്തി തന്ന കഴിഞ്ഞിട്ട് മഴ കഴിഞ്ഞിട്ട് ടാർ ചെയ്താൽ മതി. ഇതിന്റെ കൂടെ എനിക്കൂടെ അപേക്ഷയുണ്ട്. കാരണം വെച്ചാൽ ഇതിന്റെ കൂടെ ചെയ്യുകയാണെങ്കിൽ ഇതിന്റെ കൂടെ ഉള്ള പണിയും കൂടെ ഇത് പോകും, ഇവരെല്ലാം പോകും. പക്ഷെ ഇതിന്റെ ഡ്രെയിനേയും ഇലക്ട്രിക്കും എല്ലാം മുട്ടിച്ച് ഓയിച്ച് ഇങ്ങനെ പോവുകയാണ്. ഒരു പെർമനന്റ് ഒരു പരിഹാരം അല്ല അവര് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് പിന്നീട് ഞങ്ങൾ ഇവിടെ താമസിക്കുന്നവർക്ക് വളരെയധികം ഒരു പ്രയാസം ഉണ്ടാവും എന്നുള്ള തീർച്ചയാണ്. പണിയുടെ പ്യൂരിറ്റിയെ സംബന്ധിച്ചോളം ഒരു ഉറപ്പില്ലാത്ത രീതിയിലാണ് പോകുന്നത്. ഇത് സഹിക്കാൻ സാധിക്കുന്നില്ല. അതാണ് ഇത് നമ്മൾ ഒരു വാർത്തയിലൊന്നും കൊടുത്താൽ തീരുന്ന പ്രശ്നമല്ല. ഈ